ഇന്ന് ഒക്ടോബർ 2 നമ്മൾ ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ, ലോകത്തിൻ്റെ ആകമാനം ബഹുമാനം നേടിയ വ്യക്തിത്വമാണ് ഗാന്ധിജി. ഗാന്ധിയുടെ അഹിംസാ തത്വചിന്തയുടെ സ്മരണയ്ക്കായി ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ 2 രാജ്യാന്തര അഹിംസാ ദിനമായാണ് ആചരിക്കുന്നത്. 2007 ജൂൺ 15 മുതലാണ് ഗാന്ധി ജയന്തി ദിനം രാജ്യാന്തര അഹിംസാ ദിനമായി ആഘോഷിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനമെടുത്തത്. ഇന്ന് നമ്മൾ ഒരുമിച്ചു കൂടി അനുസ്മരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. 1930 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന ദണ്ഡി യാത്രയും ഉപ്പു സത്യാഗ്രഹവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തന്നെ വിറപ്പിച്ചുവെന്ന് ചരിത്രം പറയുന്നു. ആയിരങ്ങൾ ഗാന്ധിയുടെ പിന്നാലെ അണിനിരന്നപ്പോൾ സത്യാഗ്രഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖമുദ്രയായി മാറി. ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങിയ പോരാട്ടങ്ങൾ ഗാന്ധിജിയുടെ ജനകീയ സ്വീകാര്യതയും വിശ്വാസ്യതയും ഉയർത്തി. അഹിംസയും സത്യാഗ്രഹവും ആയുധമാക്കി ഗാന്ധി മുട്ടുകുത്തിച്ചത് 200 വർഷം നീണ്ട ബ്രിട്ടീഷ് ഭരണത്തെ മാത്രമായിരുന്നില്ല. രാജ്യത്ത് വ്യാപകമായി നിലനിന്ന സതി, ശൈശവവിവാഹം, തൊട്ടുകൂടായ്മ, ജാതീയത തുടങ്ങിയ സാമൂഹിക തിന്മകളെ കൂടിയാണ്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഗാന്ധിജി പ്രവർത്തിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ഗാന്ധിജി നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല. മഹാത്മാ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടുകയും തൊട്ടുകൂടായ്മ ഇല്ലാതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. ജീവിതത്തിൻ്റെ എല്ലായിടത്തും അദ്ദേഹം ലാളിത്യം, സമത്വം, സമാധാനം, ഐക്യം, സാഹോദര്യം, മതനിരപേക്ഷത എന്നീ മൂല്യങ്ങൾ പ്രാവർത്തികമാക്കി. അതുകൊണ്ടാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞത്. 1948 ജനുവരി 30 ഹേ റാം എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ ലോകം തന്നെ കണ്ണീർ പൊഴിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും മൂല്യങ്ങളും ഇന്നും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നു. UN ഗാന്ധി ജയന്തിയെ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വർഗീയതയും വിദ്വേഷവും ഉയർന്നുവരുന്ന ഈ കാലഘട്ടത്തിൽ മതനിരപേക്ഷ ഇന്ത്യക്കായി ജീവൻ ത്യജിച്ച ഗാന്ധിയുടെ ഓർമ്മകൾ ഏറെ പ്രസക്തമാണ്. അതിനാൽ ഈ ഗാന്ധി ജയന്തിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുവിൻ്റെ ആശയങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യാം. ജയ് ഹിന്ദ്.